നമസ്കാരം. ദ്രേക്കാണ സ്വരൂപങ്ങളിൽ നമ്മൾ മേടം 3 ദ്രേക്കാണം കഴിഞ്ഞു. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് മേടം ദ്രേക്കാണം 1-ാം ദ്രേക്കാണത്തിൻ്റെ അധിപൻ കുജൻ. അതെങ്ങനെയാണ് വന്നത്? ആ 1-ാം ദ്രേക്കാണത്തിൻ്റെ അധിപൻ ആ രാശിയാധിപൻ തന്നെയാണ്. പിന്നെ 2-ാം ദ്രേക്കാണത്തിൻ്റെ അധിപൻ ആരായിരിക്കും? 5-ാം രാശ്യാധിപനായിരിക്കും. അപ്പോൾ 2-ാം ദ്രേക്കാണത്തിൻ്റെ അധിപൻ 5-ാം രാശ്യാധിപനായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സൂര്യനായിരിക്കും, ചിങ്ങത്തിൻ്റെ അധിപനായിരിക്കും. പിന്നെ 3-ാം ദ്രേക്കാണാധിപൻ്റെ 9-ാം രാശിയുടെ അധിപനായിരിക്കും. അപ്പോൾ അതാരാ? മേടത്തിൻ്റെ 9-ാം രാശി എന്ന് പറയുമ്പോൾ ധനുരാശി. അപ്പോൾ അധിപൻ ഗുരു. അപ്പോൾ കുജൻ, രവി, ഗുരു, ഈ ഓർഡറിലാണ് വരുന്നത്. കുജൻ, രവി, ഗുരു, കുജൻ, രവി, ഗുരു, ഇങ്ങനെ പറഞ്ഞ് പഠിച്ചാൽ മതി. അപ്പോൾ മേടത്തിൻ്റെ കുജൻ, രവി, ഗുരു. അപ്പോൾ നമ്മളിങ്ങനെ എണ്ണി നോക്കേണ്ടിയൊന്നും വരില്ല. ഇനി നമുക്ക് ഇടവത്തിൻ്റെ ഒന്ന് നോക്കാം. അതിൻ്റെ ശ്ലോകം എന്താണെന്നൊന്ന് നോക്കാം. കുഞ്ചിതലൂനകജാഘടദേഹ ദഗ്ധപടാ ത്രിഷിതാശനചിത്ത ആഭരണന്യതിവാഞ്ചതി നാരി രൂപമിദം പ്രഥമം വൃഷഭസ്യ. ഇടവം 1-ാം ദ്രേക്കാണ സ്വരൂപത്തിൻ്റെ ആണ് ഈ പറഞ്ഞത്. ഇതിലെന്താ? കുഞ്ചിതലൂനകജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ചിതമായിട്ടും ലൂനമായിരിക്കുന്ന കജത്തോടു കൂടിയവൾ. കുഞ്ചിതം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വളഞ്ഞത്. ലൂനം പറഞ്ഞു കഴിഞ്ഞാൽ ചിഹ്നം. പിന്നെ കജം പറഞ്ഞാൽ തലമുടി. പിന്നെയോ ഘടദേഹ, ഘടം പോലെ ഇരിക്കുന്ന ദേഹത്തോടു കൂടിയവൾ. ഘടം പറഞ്ഞ കുടം, ദേഹം പറഞ്ഞ ശരീരം. പിന്നെ ദഗ്ധപട, ദഗ്ധമായിരിക്കുന്ന പടത്തോടു കൂടിയവൾ. ദഗ്ധം എന്ന് പറഞ്ഞാൽ ദഹിക്കപ്പെട്ടത്, ദഹിക്കുക, ഭസ്മമാക്കിയത്. ത്രിഷിത, സംജാതമായിരിക്കുന്ന തൃട്ടോടു കൂടിയവൾ. അതായത് സംജാത എന്ന് പറഞ്ഞ വഴി പോലെ ഉണ്ടായിട്ടുള്ള തൃട്ട്, തണ്ണീർദാഹത്തോടു കൂടിയിരിക്കുന്നവളാണ്. അശനചിത്ത, അശനത്തിൽ ചിത്തത്തോടു കൂടിയവളാണ്. അശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാൻ വഴിയുണ്ടോ നോക്കിയിരിക്കുക, ചിത്തം, മനസ്സ്. നാരീരൂപമാണ്, സ്ത്രീദ്രേക്കാണമാണപ്പോൾ. ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ അലങ്കാരങ്ങളുണ്ട്. അഭിവാഞ്ചിക്കുക, ഇച്ഛിക്കുക, ആഭരണം വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുക. വൃഷഭം, ഇടവത്തിലെ പ്രഥമ ദ്രേക്കാണത്തിൻ്റെ സ്വരൂപം ഇതാകുന്നു. ഇടവത്തിൻ്റെ ആദ്യ ദ്രേക്കാണം വളഞ്ഞും മുറിക്കപ്പെട്ടുമിരിക്കുന്ന തലമുടിയോടും. അതാണ് പ്രത്യേകത. വളഞ്ഞിരിക്കുക, പിന്നെ ചുരുളിച്ചുണ്ട്, മുറിച്ചിട്ടുള്ള തലമുടിയോടും വലുതായിരിക്കുന്ന വയറോടും തീപിടിച്ച വസ്ത്രത്തോടും. അതാണ് ഒരു പ്രത്യേകത. 2-ാമത്തെ ദ്രേക്കാണാണ് കുജൻ്റെ അല്ല, മേടത്തിൻ്റെ 2-ാം ദ്രേക്കാണം. പിന്നെ ദാഹമുണ്ട്, ആഭരണത്തിലുള്ള ആഗ്രഹമുണ്ട്. ഇവയോടൊക്കെ കൂടിയിട്ടുള്ള സ്ത്രീയുടെ ആകൃതി പോലെയുള്ള ആകൃതിയോട് കൂടിയൊരു സ്വരൂപമാണ്. അപ്പോൾ പ്രത്യേകത എന്തൊക്കെയാ? മുടി ചുരുണ്ടിട്ടാണ്, ഭംഗിയായി ഇങ്ങനെ വിരിച്ച് ഇട്ടേക്കുക. അതായത് കെട്ടിവെച്ചിട്ടൊന്നുമില്ല. തടിച്ച പ്രകൃതാണ്. വസ്ത്രത്തിൽ, ആഭരണത്തിൽ നല്ല ഭ്രമമുണ്ട്. ആഭരണങ്ങൾ മാറി മാറി ഇടാനുള്ള താല്പര്യം ഉണ്ടാകുന്ന അർത്ഥം. പിന്നെ നല്ല മിനുക്കുള്ളത്, അതുപോലെ ഉള്ളു കാണുന്നത്, പുറത്തുനിന്ന് നോക്കിയ ഉള്ളിക്ക് കാണുന്ന പോലെയുള്ള വസ്ത്രം ധരിക്കുക. ശുക്രക്ഷേത്രമായതിനാൽ, അതായത് ഇതിൻ്റെ ഇടവം ആദ്യ ദ്രേക്കാണനാഥനാരാണ്? ശുക്രനാണ്. അതേ രാശിയുടെ അധിപനാണ്. അപ്പോൾ ഈ ശുക്രനായതുകൊണ്ട് എന്താവും? കലകളിലും ആഭരണങ്ങളിലും വസ്ത്രങ്ങളിലും ഒക്കെ നല്ല താല്പര്യം ഉണ്ടാവും, നല്ല സൗന്ദര്യബോധം ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഭക്ഷണം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു പ്രകൃതം അതും ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു അങ്ങാടിയിൽ പോകാൻ വെച്ചാൽ ഹോട്ടലിൽ കയറണം, അല്ലെങ്കിൽ പുറത്ത് പോവുകയാണെങ്കിൽ ഹോട്ടലിൽ കയറണം. ഘടദേഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഉരുണ്ട വട്ടത്തിലുള്ള മുഖം എന്ന് പറയാം. ഉരുണ്ട കുടം പോലുള്ള
സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഉരുണ്ട കുടം പോലുള്ള വലിയ വയറ്, അതുപോലെ ശരീരത്തിൻ്റെ പിൻഭാഗം ആണെങ്കിലും ഉരുണ്ട പ്രകൃതമുള്ളത് എന്നൊക്കെ നമുക്ക് പറയാം. കൈകാലുകളും കഴുത്തും കൊഴുത്തതായിരിക്കും. ഇവയൊക്കെ ഭംഗിയായി കാണിക്കുന്ന വിധത്തിലുള്ള, ഇതൊക്കെ പുറത്തേക്ക് കാണിക്കാവുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ചെയ്യാം. അതുമാത്രമല്ല, ശുക്രനാണ് ആഭരണങ്ങളെ കൊണ്ട് ഇതൊക്കെ അലങ്കരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുകൊണ്ടൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കുക, ഈ ആൾക്ക് ഇടവം ആദിദ്രേക്കാണ സ്വരൂപത്തിന് ധാരാളിത്തം കുറച്ച് കൂടുതലാണ് എന്ന് പറയാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഭരണശാലയിലും വസ്ത്രാലയത്തിലും ഒക്കെ, ഭക്ഷണശാലകളിലും ഒക്കെ തനിച്ചും മറ്റുള്ളവരോടും കൂടി ചുറ്റിത്തിരിയുക, ഇതൊരു പ്രകൃതം പറയാം. അപ്പോൾ ഇനി ഇത് ഏത് ടൈപ്പ് ദ്രേക്കാണാണ്? സ്ത്രീ ദ്രേക്കാണമാണ്, മനുഷ്യദ്രേക്കാണമാണ്, അഗ്നി സംബന്ധമാണ്. എന്തുകൊണ്ട് അഗ്നി സംബന്ധം വന്നു? അവിടെ വസ്ത്രം കരിഞ്ഞത് എന്ന് പറഞ്ഞു, വസ്ത്രം കത്തിയത് എന്നുള്ളൊരു വാക്ക് അവിടെ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം അത് മറച്ചു വെച്ചിട്ടാണ് ധരിക്കുക. എന്നാലും ഉള്ളിലുള്ള ശരീരഭാഗങ്ങൾ പുറത്തേക്ക് കാണിക്കാൻ, നഗ്നതയെ പുറത്തേക്ക് കാണിക്കാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയിട്ടുള്ള നേർമയുള്ള വസ്ത്രങ്ങൾ ഉടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിവാക്കാം. ഇടവം ഭാഗികമായ ജലരാശിയാണ്, അതിനാൽ ഉള്ളിലുള്ളത് കാണാൻ കഴിയുന്ന വസ്ത്രം ധരിക്കുക എന്നൊരു ന്യായവും നമുക്ക് പറയാം. ഈ ദ്രേക്കാണത്തിൽ ജനിച്ചവർക്ക് എന്ത് കിട്ടിയാലും പോരാന്നുള്ളൊരു മനോഭാവമാവും, തൃപ്തി വരില്ല. പിന്നെ ഭക്ഷണപാനീയം, വസ്ത്രം, ആഭരണം തുടങ്ങിയവയൊക്കെ എത്ര കിട്ടിയാലും മതി വരില്ല. ഇതാണ് ഈ ഇടവം ആദിദ്രേക്കാണ സ്വരൂപം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് സ്ത്രീദ്രേക്കാണമാണ്, അഗ്നിദ്രേക്കാണമാണ്. അഗ്നി ഇതിൽ വന്നിട്ടുണ്ട്. സ്ത്രീദ്രേക്കാണമാണ്, അഗ്നിദ്രേക്കാണമാണ്. പിന്നെ ഇവർക്ക് ഭയങ്കര അതൃപ്തിയാണ്, എന്ത് കിട്ടിയാലും ഒരു അതൃപ്തി. ഇത്രയുമാണ് ഈ ഇടവം രാശിദ്രേക്കാണ സ്വരൂപങ്ങളിൽ ഇടവം ഒന്നാമത്തെ രാശിയെ പറ്റി പറയാനുള്ളത്. കുഞ്ചിതലൂന കജാഘടദേഹ ദത്തപടാ തൃഷിദാശന ചിത്ത ആഭരണാന്യതി വാഞ്ചതി നാരി രൂപമിദം പ്രഥമം വൃഷഭസ്യ. ഓം സർവത്ര ദേവീ നാമസങ്കീർത്തനം. ഓം ശ്രീ മഹാദേവേ നമഃ.